ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ഇവിടെ ഫസ്റ്റത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ അതാ പുറത്ത് മഴയൊക്കെ പെയ്ത് നമ്മൾ ഇതാ മഞ്ഞ് ഇത്രയും നമുക്ക് മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അത് കംപ്ലീറ്റ് ഇപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു മഴ ദിവസമാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. പുറത്ത് നോക്കിയാൽ ഞാൻ കുറേ ദിവസമായി ഈ ഡോറൊന്ന് ഓപ്പൺ ആക്കിയിട്ട്, കാരണം ഇതൊക്കെ ഫുൾ ഐസായിട്ട് നമ്മൾ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഇതാ മഴയുണ്ട് കേട്ടോ. അയ്യടാ, നല്ല മഴയുണ്ട്. അപ്പോൾ മഴ കാരണം കുറേ ഐസ് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സ്നോ ഒക്കെ മെൽറ്റായി പോയി. ഇതാ ഈ ചെടിയൊക്കെ ഫുൾ സ്നോയിലായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. നല്ല മഴയുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ വീഡിയോ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള വാൾമാർട്ടിലാണ് പോയത്. ഏതാ ഇതോ? ഇത് ചെറി ടൊമാറ്റോ. സോറി, എന്ത് റെഡ്? ഇതോ, ഇത് റെഡ് ടൊമാറ്റോ. നമ്മള് ബോക്ചോയ് നോക്കണോ? പിന്നെ വേറെ എന്തായിരുന്നു? പക്ഷെ നമ്മള് ഹാമിൽട്ടൺ വാങ്ങിച്ച വലിയ ഓയിസ്റ്റർ അല്ലേ ഇത് ഈ 3 ഐറ്റം മത്തനാണ് കേട്ടോ. മത്തനെ ഇവിടെ ഈ ഒരു ഓൾഗ്രെയിന് ഇത് സെസമേ, ഇതാണ് ഗ്രെയിൻ, ഇതാണ് ഓൾ ഗ്രെയിൻ. പ്ലെയിനാണ്, പക്ഷെ അത് വീറ്റാണ് കേട്ടോ. അടുത്ത എഗ്ഗ് നോക്കണം. കോട്ടൺ ക്യാൻറ്റീൻ്റെ ട്യൂബ്സ് അല്ലേ. ഞാൻ നോമ്പാവുമ്പോൾ എല്ലാ തവണയും മീൽ പ്രിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഈവൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നതും, ഗ്രീൻ പീസ് നമ്മളിതുപോലെ ഞാൻ കുറച്ച് വേവിച്ച് വെക്കാറുണ്ട്. അല്ലാതെ എനിക്ക് ഗ്രീൻ പീസ് വെച്ച് പരിപ്പോടെ ഉണ്ടാക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ചെയ്തെപ്പോഴും വെക്കാറുണ്ട് കേട്ടോ. എല്ലാ നോമ്പിനും ഞാനിങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാക്കി വെക്കും. നോമ്പിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ നമുക്ക് കുറച്ച് മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഈവൻ വർക്കിങ്ങിന് നമ്മൾ പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇനിയൊരു വയ്യായി വരികയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീൽ പ്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ഞാനിതുപോലെ കുറച്ച് കണ്ടെയ്നേഴ്സ് എൻ്റെ അടുത്തുണ്ട്. അതിലോട്ട് ഞാൻ തീർന്ന സാധനങ്ങളൊക്കെ റീഫില്ല് ചെയ്യുമായിരുന്നു കേട്ടോ. നോമ്പാവുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് വൃത്തിയാക്കൽ പരിപാടികളൊക്കെ ഉള്ളതാണല്ലോ. ഞാൻ നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പാവുമ്പോൾ നമുക്ക് സ്പെഷ്യലാണല്ലോ, എല്ലാം ചെയ്യാനൊക്കെ ഭയങ്കര ഒരു എനർജിയാണല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ 2 ദിവസം വെച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒരു ദിവസം വെച്ച് എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ടാനി എൻ്റെ പുറകെ എല്ലാത്തിനും ഉണ്ടാവും കേട്ടോ. ആള് നമ്മൾ ചെയ്യുന്ന ടാനി ഇഷ്ടല്ലേ? പുളിയുണ്ടാ? പക്ഷെ ഗുഡാണല്ലോ. ഫ്രൂട്ട്സ് ആണോ ഗുഡ്? ഇതുപോലെ ടൊമാറ്റോ നമ്മൾ നല്ലോണം വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്യൂരാക്കി എടുത്തിട്ട് നമ്മൾ ഫ്രോസൺ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഉപകാരമാവും കേട്ടോ. നമുക്കത് കറിയിലോട്ട് ഇടാൻ പെട്ടെന്നാണ് തക്കാളി അലിഞ്ഞു പോവും. നമ്മൾ ബട്ടർ ചിക്കൻ അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾ
ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. This is super? Yeah. ഇതെന്താ സാധനം? This is fruit. What fruit? This This is fruit. is fruit? Yeah. Okay. This is And what is this? What is this? a chicken. Chicken? Yeah. Ah. It's a what? Chicken ishta? You like chicken? No. No? I'm a, You like this? yeah. Ah. You are a മിഠായി തിന്നരുത് കേട്ടോ. okay. മിഠായി തിന്നാ പോവരുത്. Don't. പിന്നെ തിന്നാ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിന്നാ ഓക്കെ. Okay. Hey, Ubu, Anu. ഇല്ല. Ubu, Anu. ആണോ? ചാണി കുറേ തിന്നിട്ടല്ലേ. സെമിക്ക് സാധനം വാങ്ങിക്കൽ തന്നെ ഒരു പണിയായിരുന്നു കേട്ടോ. ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. സെമിയാണ് നമ്മളെ ഇന്ത്യൻ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാറ്. അപ്പോൾ സെമി ഇതാ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അവിടെ ഭയങ്കര ഒരു സ്പെഷ്യലായി തോന്നിയത് വീറ്റിൻ്റെ പഫ് പേസ്ട്രിയാണ് കേട്ടോ. ആൻഡ് റൂം ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ടാസ്ക് ഇന്നത്തെ. അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിറർ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് കുറേ ആയിട്ട് ഞാൻ ഈ ഒരു മിറർ വാങ്ങിക്കണം വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞാനിത് സെറ്റായിട്ട് ഞാനിവിടെയുള്ള വിന്നേഴ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. സെറ്റായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ വേറെ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടാട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചൊരു ടോപ്പാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ ഈ ജ്വല്ലറി ഞാനൊന്നും യൂസ് ചെയ്യുന്ന സാധനമേ ഇല്ല കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എങ്ങാനും വാങ്ങിച്ച സാധനമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പൊടി തട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് പൊടി തട്ടാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഞാൻ ക്രഷാക്കിയിട്ട് ഇതുപോലെ ഫ്രോസൺ ചെയ്ത് വെക്കും കേട്ടോ. ഞാൻ എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഫ്രഷായിട്ട് ചതച്ച് വെക്കുന്ന ആളാണ് കേട്ടോ. പക്ഷേ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. സമൂസക്ക് ഞാനിതാ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഉള്ളിയൊക്കെ വെച്ചിട്ട് ഞാനൊരു ഫില്ലിങ് ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചോപ്പറിലാണ് കേട്ടോ ഉള്ളി കട്ട് ചെയ്ത് വെക്കുന്നത്. ഞാനിത് ഇങ്ങനെ ചോപ്പറിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഉള്ളി അരിയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിത് ഫില്ലിങ് ഉണ്ടാക്കട്ടെ കേട്ടോ. ഞാൻ സമൂസയിലോട്ട് ഇതുപോലെ ചിക്കൻ്റെ മസാല ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കത് നല്ലൊരു ഫ്ലേവർ വരുന്ന പോലെ തോന്നും കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിവിടെ നിന്ന് സമൂസ ഉണ്ടാക്കുന്നത്. സമൂസയുടെ ഫില്ലിങ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രോസൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ എടുത്തിട്ട് ഫ്രൈ ആക്കിയാൽ മതിയല്ലോ. ഒരുപാട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സമയം കിട്ടിയിട്ടോ ഒന്ന്. അപ്പോൾ പ്രൈമറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈവനിങ് ആയപ്പോൾ ഞാൻ സമൂസ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഞാനിപ്പോൾ ഫില്ല് ചെയ്ത് വെക്കുന്നുള്ളൂ. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ബാക്കിയുള്ളത് ചെയ്ത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ സമൂസ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ ആൽഫ്രെഡോ സോസ് വെച്ചിട്ടുണ്ടാക്കാറുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേണമെങ്കിൽ ചീസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ഞാൻ എയർ ഫ്രൈ ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. ഓയിൽ ഫ്രൈ മാക്സിമം ഒഴിവാക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ടായിട്ട് ഞാൻ വാട്ടർമെലനാണ് എടുക്കുന്നത്. ഇത് ജ്യൂസ് അടിക്കുന്നില്ല, ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മളിങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ ജസ്റ്റ് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തിട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല മധുരമുള്ള വാട്ടർമെലോണാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സമൂസ എയർ ഫ്രൈ ചെയ്തത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നന്നായി വരുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും നമുക്ക് സമൂസ ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ബെറ്റർ തോന്നുക, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എയർ ഫ്രൈ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്നെന്താ ഡേക്കർ പോവാഞ്ഞേ? അതെന്തേ? ആർക്ക് ഓഫ്? ഞാനിക്ക് ഓഫോ? ഈ ഒരു പ്ലാന്റ് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അബദ്ധം ചെയ്തു. ഇതിവിടെ സൺലൈറ്റ് ഡയറക്റ്റ് തട്ടാൻ പാടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്കിത് റീപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു 1 മണിക്കൂറും കൂടി ഉള്ളൂ ടൈം. ഇവിടെ 5-5:45 ബാങ്ക് കൊടുക്കും കേട്ടോ.
ബാങ്ക് കൊടുക്കും. ഇന്ന് ഇവിടെ ഫസ്റ്റ് നോമ്പാണ്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ വിചാരിച്ച പോലെ എനിക്കൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ നോമ്പിനും ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഈ നോമ്പിന് ഇന്ന് എനിക്ക് ഭയങ്കര ബിസിയായിരുന്നു. ഈ ഒരു 1 വീക്ക് ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഇന്നലെ ഒക്കെ ചെയ്ത കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, അമ്മ ഫസ്റ്റ് പറയട്ടെ. നമുക്കിവിടെ ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് സമയമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സമൂസ എയർ ഫ്രൈ ചെയ്തു. അത് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ, എയർ ഫ്രൈ ചെയ്ത് അടിപൊളിയായിട്ട് വരുന്നു. എയർ ഫ്രൈ ചെയ്തു സമൂസ. പിന്നെ വാട്ടർമെലാണ് ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത്. പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സെമി വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. സെമി ഷോപ്പിൽ പോയി. അപ്പോൾ ഇനി വന്നിട്ടേ ഫുഡ് കഴിക്കുള്ളൂ. പുറത്ത് ചെറിയ മഴയൊക്കെ ആയിട്ട് നല്ലൊരു തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൊന്നും കംപ്ലീറ്റ് അലിഞ്ഞ് പോയിട്ടില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് സമയം ബാക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങി നിൽക്കാറൊന്നുമില്ല കേട്ടോ. തണുപ്പ് കാരണം നമുക്ക് പുറത്തിറങ്ങാനേ പറ്റാറില്ല. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ മാത്രം ഞാൻ വീട്ടിന് പുറത്തെങ്കിലും ഇറങ്ങാറുള്ളൂ. ബാങ്ക് കൊടുക്കാനായല്ലോ ടാനി. അമ്മ വാട്ടർമെലോൺ ഇതിലേക്ക് ഒഴിക്കട്ടെ. അവിടെ ഇരിക്ക്, സിറ്റ് ചെയ്യണം. ഈ കപ്പ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കിറ്റി കപ്പ. നമുക്ക് ബാങ്ക് കൊടുത്ത് നോക്കാം. ബാങ്ക് കൊടുത്തു. ബിസ്മി ചൊല്ലി തിന്നോ. ബിസ്മി ചൊല്ലി തിന്നോ. ബിസ്മി ചൊല്ലി തിന്നണം. നോമ്പ് തുറക്കല്ലേ. ഞാനും ടാനിയും കൂടി നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ടാനീനെ ഉറക്കുകയൊക്കെ കഴിഞ്ഞിട്ടാണ് സെമി ഷോപ്പിൽ നിന്ന് വന്നത്. എന്നിട്ടാണ് ഞാൻ അതിനിടയിലാട്ടോ കുക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു നെയ്ച്ചോറ് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. ഓൾറെഡി ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വറവിട്ട്, ഞാൻ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയുള്ളി വെച്ചിട്ടാട്ടോ വറവിട്ടത്. പിന്നെ ഞാൻ വെജിറ്റബിളായിട്ട് സ്പിനാച്ചും മഷ്റൂമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്തെടുത്ത് എന്തെങ്കിലും സോസൊക്കെ ചെയ്ത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതല്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു മെയിൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ശരി, പിന്നെ കാണാം. ബൈ.